നമ്മളെ വലിയ മുതലാളിയാണ് നമ്മളെ യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം ജോലിക്ക് ചെറുപ്പക്കാരെടുക്കുന്ന സമയത്ത് പറയുമത്രേ, ജോലിയൊക്കെ തരാം, കിട്ടുന്ന ശമ്പളം അമ്മാക്കും പാപ്പാക്കും അയച്ചു കൊടുക്കുമല്ലേ. ഇപ്പൊ അടുത്ത് തൃശ്ശൂർക്കാരനൊരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞാന് യൂസുഫ് അലിന്റെ കമ്പനിയിൽ നല്ല ഉയർന്ന ജോലിയിലാണ്, എന്റെ മകനും ഇവിടെ ജോലിയിലുണ്ട്. മകനും വാപ്പിയും തമ്മിൽ തെറ്റി. ആ വിവരം യൂസുഫ് അലി അറിഞ്ഞു. അപ്പൊ തന്നെ മൂപ്പര് മകനെ ക്യാൻസലാക്കി വിട്ടു. വാപ്പാന്റെ പൊരുത്തല്ലാത്ത മക്കൾ എന്റെ അടുത്ത് ജോലി ചെയ്യണ്ട. അപ്പൊ തന്നെ ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തിയത് മക്കളും മാതാപിതാക്കളും അതൊരു വല്ലാത്ത ജീവിതമാണ്. അതൊരു വല്ലാത്ത ജീവിതമാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും തമ്മിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ ജീവിച്ചും ജീവിതം മുന്നോട്ട് പോണതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയോ, ഒരിക്കൽ അലിയാർക്ക് ജോലിയില്ല, വീട്ടിലൊക്കെ പട്ടിണിയാണ്. എന്തേ അവിടെ ഒരു പുക പോകണ്ടോ? അല്ലേ? കുറച്ചേരം ആയാൽ എന്ത് വരും? ഒരു പുക ഇങ്ങനെ പോകും. അത് നമ്മളെ തമ്മിലുള്ള പുക അറിയായിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ചെറിയൊരു തണുപ്പിലുണ്ടാകുന്ന പുക. അതിന് നിങ്ങൾ അയിമക്ക് തന്നെ നോക്കിക്കാണ്. നിങ്ങളാണ് നോക്കാതെ ഒന്നാമത് നിൽക്കും ചെയ്യും. ചില സംഗതി അങ്ങനെയുണ്ടല്ലോ, നമ്മൾ നോക്കുമ്പോ ഒരു പ്രശ്നകാര്. അപ്പൊ അതാണ് കുട്ടികൾ തമ്മിൽ കളിച്ചു കാണിച്ചാൽ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഓല അടിയും പിടി ഓല തന്നെയാണ് നന്നായിക്കോളും. നമ്മൾ തീർക്കാൻ വേണ്ടി പോയാൽ പിന്നെ അയൽവാസികൾ തമ്മിൽ കച്ചറ കൂടേണ്ടി വരും. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായിക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിലുമില്ല. അലി റളിയല്ലാഹു അൻഹു ജോലി അന്വേഷിച്ച് ഇറങ്ങി. ഞാൻ എന്റെ സഹോദരിമാരോടൊക്കെ ഓർമ്മപ്പെടുന്നത്, എന്നും ഗൾഫിൽ ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്, എന്നും ഭർത്താവിന് ഒരേപോലത്തെ വരുമാനമാണെന്ന് വിചാരിക്കരുത്. തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്തൃ ജീവിത സുഖദുഃഖങ്ങൾ പരസ്പരം അറിയണം, മനസ്സിലാക്കണം. മക്കൾക്ക് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ് നിക്കാഹ് നടന്നത്. ആദം നബി അലൈഹി സ്വലാം ഹവ്വ ബീവിയെ കല്യാണം കഴിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ വിവാഹ ജീവിതം സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുക. അതുകൊണ്ട് ആ കാര്യം നല്ല പോലെ ഓർക്കണം. അല്ലാഹു റബ്ബി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു ജോലിയില്ലാതെ അലിയാര് ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഒരു വീട് പണി നടക്കുന്നിടത്ത് വെള്ളം കോരുന്ന ജോലി കിട്ടി. വെള്ളം കോരുന്ന ജോലി കിട്ടിയപ്പോൾ 16 തോൽപാത്രം വെള്ളം എത്തിച്ചു കൊടുത്തതിന് ഒരു തോൽപാത്രത്തിന് ഒരു കാരക്ക എന്ന രീതിയിൽ 16 കാരക്ക കൂലി കിട്ടി. അതുമായി വന്നുകൊണ്ട് അലി റളിയല്ലാഹു ഫാത്തിമുവിനെ ഏൽപ്പിച്ചപ്പോൾ ഫാത്തിമ അതുകൊണ്ട് കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി. അവർ അറബികളുടെ രീതിയിൽ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഓടിപ്പോയി ഉപ്പാന്റെ അടുത്തേക്ക്. ഉപ്പാക്ക് കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമോ, ഈ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഉപ്പ അലിയാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഇന്ന് പോയിട്ട് 16 കാരക്ക കിട്ടി, അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം ഉപ്പാക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉപ്പ മോളോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഉപ്പാന്റെ മോളാണോ അതല്ല ഉപ്പാന്റെ ഉമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. നീ ഉപ്പാക്ക് മോളാണോ അതോ നീ എനിക്ക് ഉമ്മയാണോ? കാരണം മകൻ വിശക്കുന്നു എന്നത് കണ്ടറിഞ്ഞിട്ട് ഓടി വരിക ആർക്കാ സാധിക്ക? ഉമ്മാക്കാണ് സാധിക്ക. ഒരു ഉമ്മ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ഫാത്തിമ ബീബി ചെയ്യുന്നത്. അല്ലാഹു റബ്ബി ഉപ്പ റസൂലുള്ളാഹി തങ്ങൾ മോളോട് ചോദിക്കാണ്, മോളെ നീ ഉമ്മയാണോ അതല്ല മോളാണോ? ആ സമയത്ത് ഫാത്തിമ ബീബി പറയുന്നുണ്ട്, ഉപ്പാ ഉമ്മ ഖദീജ ബീബി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നിങ്ങളെ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും ഞാൻ ഓർത്തുപോയി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മോളോട് പറയുന്നുണ്ട്, മോളെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. ആ സമയത്താണ് ഫാത്തിമ ഭക്ഷണവുമായി ചെല്ലുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ കാലഘട്ടമാണ്. അല്ലാഹു തആല നമുക്ക് കഷ്ടപ്പാട് തന്നിട്ടില്ല. പക്ഷേ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിക്കല്ലേ, കഷ്ടപ്പാട് വിളിച്ചു വരുത്തരുത്. ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മദ്രസയുടെ സിൽവർ ജൂബിലി എന്ന് പറയുമ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പകർത്താൻ
ഞാൻ എൻ്റെ ഉമ്മപങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബ ബന്ധം, രക്തബന്ധത്തിലെ, അതുപോലെ വിവാഹ ബന്ധത്തിലെ, അയൽവക്ക ബന്ധത്തിലെ, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ ഉണ്ടാവണം. അതനുസരിച്ച് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, സക്കാത്ത് മാത്രമല്ല, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയാൽ ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരണാതീതമായി നിൽക്കുന്ന സ്വർഗ്ഗമുണ്ട്. സ്വർഗീയാരാമത്തിന്റെ സുഖ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ പ്രത്യേകം ആദരിക്കും. ഖാലിദീന ഫീഹാ, സ്വർഗ്ഗത്തിൽ അവർ എന്നെന്നും സന്തോഷമായിരിക്കും, സ്വർഗ്ഗത്തിൽ അവർക്ക് ആനന്ദമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാര് മക്കളോടൊപ്പം ഇവിടെ നല്ല ജീവിതം, കുടുംബ ജീവിതം നയിച്ചോ, നാളെ സ്വർഗത്തിൽ പറയുന്നത് കണ്ടിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഓ ഉമ്മപങ്ങന്മാരെ, വാപ്പമാരെ, മക്കൾ ജനിക്കുക, ഒരു ഉമ്മ ഗർഭം ധരിക്കുന്നതിന് സ്വർഗം കിട്ടും, ഒരു ഉമ്മ മക്കളെ പോറ്റുന്നതിന് സ്വർഗം കിട്ടും. ഏതൊരു ഉമ്മയും അമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോൾ അല്ലാഹു തആല സ്വർഗം തരും. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ കഴുകി വൃത്തിയാക്കുക, മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കുക, മക്കൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കുക, മക്കളെ ദേഹം കഴുകി ശുദ്ധിയാക്കുക, മക്കളെ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടു നടക്കുക, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. യാ റബ്ബ് യാ റബ്ബ്. ഉമ്മമാർ മക്കളെ പരിപാലിക്കുന്നതിനും പോറ്റി വളർത്തുന്നതിനും മക്കളെ നല്ല പോലെ സംരക്ഷിക്കുന്നതിനും അല്ലാഹു തആല സ്വർഗം തരുന്ന കാര്യമാണ്. ഓ വാപ്പമാരെ, നമ്മുടെ മക്കൾ, ആ മക്കളെ ഉമ്മ, നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗമാണ് മക്കളെ നല്ല നിയ്യത്തോടുകൂടെ പോറ്റുക. ഭർത്താക്കന്മാർ നല്ല നിയ്യത്തിൽ ജീവിക്കുക. നമ്മുടെ ആനന്ദമാകാം, നമ്മുടെ കളിയാവാം, നമ്മുടെ ചിരിയാകാം, നമ്മുടെ യാത്രയാകാം, നമ്മുടെ ഉല്ലാസങ്ങളാകാം, എല്ലാം നമുക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, താമസിക്കാൻ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട്, മനസ്സിനിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, യാത്ര ചെയ്യാൻ ഒരു വാഹനം, അത് ഭൂമിയിൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ്. ഇതൊക്കെ അള്ളാഹു സന്തോഷപ്പെടുന്ന കാര്യമാണ്. ആ ഇണജീവിതം സന്തോഷത്തിലാണോ? ഹും വഅസ്വാജുഹും, അവരും അവരെ ഇണജീവിതത്തിലെ കുടുംബങ്ങളും അലൽ ഫീ ളിലാലിൻ, സ്വർഗ്ഗത്തിന്റെ നല്ല തണൽ മരത്തിന്റെ ചുവട്ടിലെ പാർക്കുകളിൽ, അലൽ അറായികി, ചാരി കസേരകളിൽ, മുത്തഖിഊൻ, അവരിങ്ങനെ ചാരി ഇരുന്ന് ഉല്ലസിക്കുകയാണ്. നല്ല ഭാര്യ ഭർത്തൃ ജീവിതം നയിച്ച നല്ല ഉമ്മയും വാപ്പയുമായ ആളുകൾ സ്വർഗത്തിൽ ഉമ്മയും വാപ്പയച്ച സന്തോഷത്തിൽ ഇങ്ങനെ യാ റബ്ബ്. ആ സമയത്ത് ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ, അവർക്ക് സ്വർഗത്തിലെ കായ്ക്കനികളുണ്ട്, സ്വർഗത്തിലെ ഫ്രൂട്ട്സുകളുണ്ട്, സ്വർഗത്തിലെ പഴങ്ങളുണ്ട്. അല്ലാഹ് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും സ്വർഗത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന മധ്യേ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹു തആല ഇടക്കിടക്ക് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹ്മാനായ റബ്ബിന്റെ ആനന്ദത്തിന്റെ സന്ദർശനം ഇടക്കിടക്ക് സ്വർഗത്തിൽ. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ, സഹോദരന്മാരെ, നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനമാണ്. ഞാനിത് ഈ സമയത്ത് അതിൽ തന്നെ പ്രധാനമായി ഊന്നിപ്പറയാൻ കാരണം, റജബ് മാസത്തിൽ മനസ്സിന് മാറ്റം വരണം, പിണങ്ങിയവർ ഇണങ്ങണം, അകന്നവർ അടുക്കണം, അക്കടപാടുകളിലൊക്കെ ശ്രദ്ധ വേണം. ഒരു മദ്രസയുടെ സിൽവർ ജൂബിലി എന്ന് പറയുമ്പോ 25 വർഷം അല്ലേ ഈ മദ്രസ ഉണ്ടാക്കി നിലനിർത്തുന്നവർ ഓർക്കണം. നമ്മളൊക്കെ ചെല്ലണ ഒജ്ജത്തുല്ലേ, എവിടുന്ന് പഠിച്ചതാ? മദ്രസന്ന് പഠിച്ച. നമ്മളൊക്കെ ഓതന ഫാത്തിഹ അല്ലേ, എവിടുന്ന് പഠിച്ചതാ? നമ്മളൊക്കെ ഓതന സൂറത്തില്ലേ അലന്തറ കൈഫ, എവിടുന്ന് പഠിച്ചതാ? നമ്മളൊക്കെ ഓതന കുനൂത്തുണ്ടല്ലോ, എവിടുന്ന് പഠിച്ചതാ? ഓ സഹോദരിമാരെ, ഒരു അശുദ്ധി ഉണ്ടായാൽ കുളിക്കാൻ എവിടുന്നാ പഠിച്ചത്? ഒരു പെണ്ണിന് അശുദ്ധി ഉണ്ടായി, ഓള് കുളിച്ചപ്പോ പറഞ്ഞു ഫാത്തിമ ബീവി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു പറഞ്ഞു. വലിയ കാര്യമാണ്.
നമ്മൾ പഠിക്കണ്ടേ? എവിടുന്നാ പഠിച്ചത്? നമ്മളെ മദ്രസയുടെ വില മനസ്സിലാക്കണം. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോന്നും പഠിച്ചതൊന്നും ഓർത്തു നോക്കി. നിങ്ങൾ അതിന് ഓർമ്മ ഉണ്ടോ? മദ്രസയിൽ മുഫത്തിഷ് വന്നപ്പോഴേ കുട്ടികളോട് ചോദിച്ചു, കുളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന്. കുട്ടികളിങ്ങനെ അന്തം വിട്ട് നിന്നപ്പോ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങരാണ്. 13ഉം 14ഉം നോക്കണ്ടല്ലോ. അപ്പോ എങ്ങനെയെങ്കിലും മുങ്ങിയിട്ട് കാര്യമില്ല, നാളെ ആഖിറത്തിൽ വരുമ്പോ രക്ഷപ്പെടണ്ടേ. അല്ലോ, നമ്മളാ മദ്രസ മുഅല്ലിമീങ്ങളെ കാര്യമായിട്ട് നടന്നിരുന്ന ഒരു ഉസ്താദിന്റെ ക്ലാരി ബാബ മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കണം. അയാൾ വഫാത്തായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ വേണ്ടി പോയി. അപ്പൊ പിന്നെ ഒരു അരമണിക്കൂറോളം മയ്യത്തെടുക്കാൻ. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ബാബുലിയാരെ പറ്റി 2 വാക്ക് പറയുമാണെന്ന്. ഞാൻ എവിടെയെങ്കിലും ചെന്ന ആൾക്കാർക്ക് അങ്ങനെയാണ് 2 വാക്ക് പറയണമെന്നുള്ള ഒരു പൂതിയാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിന്നങ്ങാണ്ട് ബാബുലിയാരെ പറ്റി ചോദിച്ചാൽ, അല്ലാഹു റബ്ബി 50 കൊല്ലം 57 കൊല്ലാണ് ബാബുലിയാർ മുഅല്ലിമായി. 50 കൊല്ലം ഒറ്റ മദ്രസയിലാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 50 കൊല്ലം ഒരു മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട്ടില് 60 വയസ്സായ ആണും പെണ്ണും മുഴുവനും വജ്ജത്ത് പഠിച്ചത് ബാബുലിയാരെടുത്തത്, ഫാത്തിഹ പഠിച്ചത് ബാബുലിയാരെടുത്തുന്ന, കുനൂത്ത് പഠിച്ചത് മൂപ്പരെടുത്തുന്ന, മയ്യത്ത് നിസ്കാരം പഠിച്ചത് അവിടുന്ന്, നോമ്പിന്റെ നിയ്യത്ത് പഠിച്ചത് അവിടുന്ന്. ആ നാട്ടിലെ ജുമുഅ നിസ്കാരം സഹിയാകുന്നത് ബാബുലിയാർ പഠിപ്പിച്ച മദ്രസ കൊണ്ടാണ്. നമ്മളെ മദ്രസ പഠിപ്പിക്കണ ഉസ്താദുമാരങ്ങൾ എന്താ മനസ്സിലാക്കണത്? എന്തേ നമുക്കൊരു പഠിപ്പിച്ചത് പോലെ ആ പഠിപ്പിച്ച ഇൽമ് നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ അല്ലാഹു അക്ബർ നമുക്ക് ചെല്ലാൻ വയ്ക്കുവോ? വജ്ജത്ത് നമുക്ക് കിട്ടുവോ? ഇപ്പൊ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ കുട്ടികളോട് എല്ലാവർക്കും ആക്ഷേപം പറയും. ഞാൻ ഈ കുട്ടികളോടൊക്കെ ലോകത്തിൽ നിൽക്കലാണ്. നമ്മളെ ചില കുട്ടികളെ മുടി വെട്ടിയതും പോലെ ഫാൻറ്റും പോലെ തേങ്ങാപ്പിണ്ണാക്കും ഒക്കെ കണ്ടാൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടികൾ നോക്കേണ്ടത്, ഞാനിങ്ങനെ ഈ പുറംകളി കാണും ഇടക്കിടക്ക്. എന്നുവെച്ചാല് നമ്മൾ ഈ ഒരു മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ കുസു ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കണ്ടാവും. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുറെ ചേരും കോലൊക്കെ കണ്ട. പക്ഷേ മയ്യത്ത് ഇങ്ങനെ എടുക്കാനായിങ്ങാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ അവിടുന്ന് അടുത്ത്, ആ കുട്ടികളൊക്കെ അടുത്തേക്ക് വരൂലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി. കുറച്ചൊരു മര്യാദ ഉള്ള ഒരു ഉസ്താദ് ആ സമയത്ത് യാസീൻ ഇങ്ങനെ ഒരു കുറഞ്ഞ ഉയർന്ന സൗണ്ടില്, ഒരു ലേശ ഉയർന്ന ഒരു സൗണ്ടില്, ഒരു മിതമായ സ്പീഡിൽ ഇങ്ങനെ ഓതിയാല് ഈ അന്തം വിട്ട കുട്ടികളുണ്ടല്ലോ ഓരൊക്കെ നമ്മളപ്പോ യാസീനോട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട്. ഞാൻ പുറംകളി കാണുക എന്നുള്ളത് അതാ. നമ്മളിങ്ങനെ യാസീൻ ഓതുമ്പോ ഇങ്ങനെ സദസ്സൊക്കെ നോക്കും. അപ്പൊ നമ്മളെ മുടി പോലെ ചേരും കോലൊക്കെ കണ്ടാൽ ദേഷ്യം വരും. പക്ഷെ ആ കുട്ടികളൊക്കെ യാസീനൊപ്പം ഇങ്ങനെ കൂടാൻ എന്താ കാരണം? നമ്മളെ മദ്രസയാണ്. ചിലപ്പോൾ യാസീൻ കാണാതെ ഓതിയാൽ തപ്പിപ്പഴ വരും. അതിന് ഉസ്താദ് കുറച്ചൊന്നിങ്ങനെ ഉറക്കനെങ്ങനെ ഓതിയാൽ കുട്ടികളൊക്കെ ഒപ്പം ഓതും. അത് നമ്മളെ മദ്രസന്റെ ഗുണാണ്. അതേ സമയത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മളെ നാട്ടിൽ. ഇവിടെ എത്രയോ പേര് ചോദിച്ചു നോക്കിയാൽ ഖമറുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം, ഇസ്സത്തുൽ ഇസ്ലാം, ലിവാഉൽ ഇസ്ലാം ഒക്കെ നല്ല പേരാണ്, അൽഹംദുലില്ലാ. പക്ഷേ ഓരോരുത്തർ വല്ല വിവരമുണ്ടോ? മദ്രസ ഇല്ല ഓരോ നാട്ടില്. പല നാട്ടിലെ മദ്രസ സംവിധാനമില്ല. ആയത്തുൽ കുർസി അറിയാത്ത, വജ്ജത്ത് അറിയാത്ത. അല്ലാഹു റബ്ബി, കഴിഞ്ഞ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് ഞാൻ നിലമ്പൂർ ടൗണിൽ നമ്മളൊരു പള്ളിയുണ്ട്, നിലമ്പൂർ ടൗണില് സെന്ററിൽ. ആ പള്ളിയിൽ നോക്കുമ്പോ പെരുന്നാൾ നിസ്കാരത്തിന് സാധാരണ അവിടെ ആള് കുറവാ, അങ്ങാടിയിൽ കച്ചവടക്കാരില്ലല്ലോ. അപ്പൊ നോക്കും പെരുന്നാൾ നിസ്കാരത്തിന് നിറച്ചാള്. നോക്കുമ്പോ ഒന്നും നമ്മളെ നാട്ടുകാരല്ല, ഒക്കെ ആരാണ്? ഒക്കെ ബീഹാരിയും ബംഗാളിയും ഒക്കെ. അപ്പൊ ഓലെ സംബന്ധിച്ചിടത്തോളം ആകെ കൊല്ലത്തിലൊരു നിസ്കാരമാണ്. അതേതാ? പെരുന്നാൾ നിസ്കാരം. ഒരു കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. അതെന്നെ അറിയുള്ളൂ. എന്താ ചെല്ലേണ്ട വിഷയമൊന്നും അറിയില്ല. നിങ്ങൾ ഓർക്കണം, നമ്മളെ നാട്ടില് നമ്മളെ അമ്മമാരും ബാപ്പാരും കഴിഞ്ഞ പോലത്തെ കാലത്ത് എത്ര സാഹസപ്പെട്ടു. ഇവിടെ ഈ മദ്രസ തുടങ്ങിയ സങ്കടങ്ങളൊക്കെ നമ്മളെ ഉസ്താദ് പറഞ്ഞല്ലോ. അല്ലാഹു റബ്ബി, ഒരാള് മദ്രസ കുട്ടികൾക്ക് കുടിവെള്ളം അടക്കമുള്ള മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത അയാൾക്ക് ഇപ്പൊ നമ്മൾ സമ്മാനം കൊടുത്തു. ഇതൊന്നും സമ്മാനമല്ല, ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന സമ്മാനം ചെറുതല്ല. അതുകൊണ്ട് മദ്രസയും പള്ളിയും പരിപാലിക്കുന്ന ആൾക്കാർ, ഓ ഉമ്മാരെ, അള്ളാഹുങ്ങൾക്ക് അറിയാതെ സ്വർഗം തരുന്ന കാര്യമാണ്. എന്താ? മദ്രസയിലെ ഉസ്താദിന് ചെലവാണ്, പള്ളിക്കത്തെ ഉസ്താദിന് ചെലവാണ്. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യം ആണോ അല്ലേ? ഇന്റെ പേരിൽ പെണ്ണുങ്ങളുണ്ട് മിഞ്ഞാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ ഇപ്പൊ ഒരു അളകരു ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇന്ന് ഉസ്താദ്മാരെ ചെലവാണ് ഇവിടെ.
അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇപ്പൊ ഈ ഇളക്കൊന്നും കാണുന്നില്ലല്ലോ. നമ്മളിപ്പോ അവിടെ ദിവസം ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ സ്ഥിരമായിട്ട് കിട്ടണേൻ്റെ ഉള്ളു. മൂലാര് ചെലവാന്ന് പറഞ്ഞു നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടച്ചു. എന്താ ഒരു ഉസ്താദിന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ നമ്മളെ പെരിയിലെ ഉമ്മാക്ക് എന്നെ പാത്രം കഴുകണം, എന്നെ വിളമ്പിയിട്ട് പാത്രത്തിലാക്കണം. മക്കളൊന്നും ഏൽപ്പിക്കൂല. പഠിച്ചോനെ ഇതിലൊറ്റൊരു മുടി കുടുങ്ങോ മറ്റാകുമോ അമ്മമാർക്കും ഒരു ബേജാറാണ്. അങ്ങനെയാണല്ലോ, എല്ലാ പാത്രവും ഒരേ പാലില്ലല്ലോ. നമ്മളെ വീടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ഒരു ചങ്ങായി വെല്ലടിച്ചു, ഓ മീൻകാരനാ. കുട്ടികളോട് ഉമ്മ അറിയും പോയി മീൻ വാങ്ങിക്കൊണ്ടാണ്. ഏത് പാത്രത്തിൽ കൊണ്ടായാലും വാങ്ങാം മീന്. ഓനാണ് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെല്ലടിച്ചത് പാലാണ്. പാലാരനോട് വാങ്ങാനുള്ള പാത്രം മീൻ വാങ്ങാൻ വേണ്ടി കൊടുക്കൂല. പാലിന്റെ പാത്രത്തിൽ തന്നെ വേറെ തന്നെ കഴുകിയിട്ട് ഇങ്ങനെ കമത്തി വെച്ചിക്കണം നല്ല മട്ടത്തിൽ. എന്നാലും ആ പാല് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതൊന്ന് നോക്കി ഒന്ന് വെള്ളം ചുഴറ്റിയിട്ട് പിന്നെ കൊടുത്തേക്കും. അത് അതിൻ്റെ ഒരു സൂക്ഷ്മതയാണ്. സാധനത്തിനനുസരിച്ച് നമ്മളെ ഇമ്മാരുണ്ടല്ലോ ഉസ്താദുമാര് ചെലവ് കൊടുക്കണം. അള്ളാഹു ഈ സഹോദരിമാർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരാളെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി, എന്താ നല്ല ഭക്ഷണം. ആ വീട്ടിലെ സഹോദരിമാര് എത്ര അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടാവും. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിലെ പള്ളി മദ്രസ നിലനിർത്തുന്നതിൽ ആണുങ്ങളെ പോലെ നല്ല പങ്കാളിത്തം വഹിക്കുന്നതാണ് ഉമ്മമാര്. അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, അവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. നമ്മളെ ചില അന്തല്ലാത്ത ആണുങ്ങളുണ്ട്. ചിലപ്പോ പെണ്ണുങ്ങളോട് ചോദിച്ചു എനിക്കെന്താ അവിടെ പണി? ഓളെടുക്കണ പണി ഒരു ദിവസം ഒന്ന് എടുത്തു നോക്കണ്ടി നിങ്ങൾക്ക് എന്നാ അറിയാം പെണ്ണുങ്ങൾക്ക് എന്താ പണി. ഇത് നിങ്ങൾക്കറിയാം പെണ്ണുങ്ങളെടുക്കണ പണി ഒരൊറ്റ ദിവസം നമ്മളെ കൊണ്ട് കഴിയുമോ? ഞാൻ പറഞ്ഞിറങ്ങി ഇപ്പൊ നമ്മളെ പെരിയിലൊക്കെ ഗ്യാസ് അടുപ്പാണല്ലോ അല്ലേ? ഗ്യാസ് അടുപ്പ് ഒരേ സമയത്ത് 3 എണ്ണം ഇങ്ങനെ അല്ലേ? അടുപ്പത്ത് ഇങ്ങനെ സാധനം വെച്ചിരിക്കുന്നു. ഒരു പാത്രത്തിൽ ചായന്റെ വെള്ളം അതിങ്ങനെ കുളുകുളുവും തിളക്കണത് അറിയും. ഇപ്പുറത്ത് പത്തിരിക്കുള്ള കറി അതും കുളുകുളുവും തിളക്കണത് അറിയും. അപ്പുറത്തെ പാത്രത്തിൽ ഏതാ? അത് പാലാണ്. പാല് തിളച്ചാ വിവരം അറിയാം. അത് നിങ്ങൾക്ക് അതിന് ആന്നറിയാം അല്ലാന്നറിയാം. നിങ്ങളൊന്ന് അടുപ്പത്ത് പോയി നോക്കിക്കണമെങ്കിൽ അത് പട്ടാളക്കാരനായിട്ട് പുറത്തിങ്ങനെ ഇരിക്കാൻ. ഈ പാലിനെന്താ പ്രശ്നം എന്ന് അറിയങ്ങള്? 90% അന്നജവും 10% വെള്ളമാണ്. അതുകൊണ്ട് തിളച്ചിട്ട് കുളുകുളു എന്നുള്ളത് കാണൂല. പിന്നെ അതിങ്ങനെ പൊള്ളച്ചപ്പോഴും അങ്ങനെ മറിയുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പാല് തിളക്കുന്നിടത്ത് ഉമ്മ പോരാതെ അവിടെ നിൽക്കണത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിങ്ങോണ്ടും. അപ്പൊ ഇത് 3ഉം കൂടി ഇങ്ങനെ നോക്കിക്കാണ് ഈ പെണ്ണുങ്ങൾ. അപ്പോഴാണ് ഒരു ചങ്ങായി പുറത്തുനിന്ന് ബെല്ലടിച്ചത്. എന്തിച്ച് ആ ബെല്ലടിച്ചു കൊടുത്ത് പോയി നോക്കണോ ഈ പാല് തിളക്കണേ നോക്കണോ? എനിക്കെന്താ പണിയെന്ന് ചോദിച്ചല്ലേ നിങ്ങൾ ഈ പണിന്റെ അടുത്താണെങ്കിൽ എന്താ ചെയ്യാ? ഇത് രണ്ടും കൂടി ഇങ്ങനെ നിൽക്കണ സമയത്താണ് തൊട്ടിന്ന് കുട്ടിന്ന് ഒഴിച്ചത്. ഇനി എന്താ ചെയ്യാ? ഈ പാലിന്റെ അടുത്ത് നോക്കണോ, കുട്ടിയുടെ എടുക്കാൻ പോണോ, അതല്ല ഈ പുറത്ത് ബെല്ലടിച്ച് പോയി നോക്കണോ? എനിക്കെന്താ പണിയെന്ന് ചോദിച്ചല്ലേ ഒന്ന് പണിയൊന്ന് കണ്ടോളൂ. നമ്മളാ കുട്ടി കാണിച്ച ഒരു ലക്ഷണക്കേടുണ്ട്. എന്താ നിങ്ങൾ ഉണന്നോടും പഠിത്തിട്ടില്ലെങ്കിൽ തല കീപ്പട്ടാക്കിയിട്ട് കുട്ടി കണ്ട് കൊഞ്ഞാടും ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഇത് 3ഉം കൂടി പ്രശ്നമാകുന്ന സമയത്താണ് മൊബൈൽ വെല്ലടിച്ചത്. മൊബൈലിൽ വെല്ലടിച്ചത് നിങ്ങളെ സ്വഭാവം പോക്കാനോട് അറിയണല്ലേ. അല്ലാ, നിങ്ങൾ ചോദിച്ചാലോ എനിക്കെന്താ അവിടെ പണി? ഞാൻ പറയണത് നമ്മളൊക്കെ എല്ലാരെ പണിനി എല്ലാരും ബഹുമാനിക്കണം. എല്ലാരും ഒന്ന് കണ്ടറിയണം. ഉമ്മാക്ക് പാപ്പാക്ക് ഭാര്യക്ക് ഭർത്താവിന് ഒക്കെ പരസ്പരം എന്താന്ന് നിങ്ങള് തെറ്റി വർത്താനം പറയലല്ല. അല്ലാ, പെണ്ണുങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങൾ ആണുങ്ങളാണ്. പുറത്തൊക്കെ പോയി വരുമ്പോ രാവിലെ പെരിയെന്നാണ് പോകുമ്പോ നമ്മൾ ചിരിച്ചു കളിച്ച് പോയതാ. തിരിച്ചു വരുമ്പോ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കണം സഹോദരിമാരെ,